കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വേണി ഹൗസ് ബോട്ടിലെ ചേട്ടനോട് ചോദിക്കുകയാണ്, അത് ചേട്ടാ ഇവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ കാണാനായിട്ടെന്ന് ചോദിക്കുകയാണ്. അടിപൊളി സ്ഥലങ്ങൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ ബോട്ട് കരയ്ക്കടുത്ത് കഴിയുമ്പോഴത്തേനും ആ മുകളിലേക്ക് കയറിയിട്ട് നല്ല കുന്നുകളൊക്കെ ഉണ്ട്. അവിടെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാം നല്ല ഭംഗിയായി കാണാനായിട്ടെന്ന് പറയാ. നിങ്ങൾ കയറി പോയിട്ട് വാ, അപ്പം തന്നെ നിങ്ങൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കാന്ന് പറയണം. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ഗൗരി ശങ്കറുടെ കൈ പിടിച്ച ആ മലയുടെ മുകളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ്. ഈ സമയത്ത് നമ്മുടെ പഴയ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു അവിടെ. അയാളെ കാണിക്കുന്നുണ്ട്. അയാൾ കുറെ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ എടുത്തിട്ട് നോക്കി കഴിയുമ്പോൾ നേരെ നോക്കുന്ന ശങ്കറിന്റെയും ഗൗരിയുടെ മുഖത്താ. ഇവരുടെ മുഖത്ത് നോക്കിയതും അയാളൊന്ന് ഞെട്ടിപ്പോയി. എന്റെ ഭഗവാനെ, ഇത് അയാളല്ലേ? ഇയാൾ ഇവിടെയും വന്നോ? തന്നെ ഇവിടെയും ജീവിക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ നിന്ന് എങ്കിലും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. പെട്ടെന്ന് അയാളുടെ മനസ്സിൽ കൂടെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരിക. ആദ്യം ഹണിമൂണിന് ഗൗരി ശങ്കറും പോയി കഴിഞ്ഞപ്പം ഗൗരിനെ ഫോട്ടോ എടുക്കാണ്ട് ശങ്കർ പിടിച്ചു നിർത്തി. അന്ന് ഗൗരി ചിരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ അയാളെ പൊരിച്ചടിക്കും. ഗൗരിയുടെ ചിരിക്കുന്ന ഫോട്ടോ വേണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ അയാളുടെ ഉള്ളിൽ കൂടെ പോവാ. ഇന്ന് മിക്കവാറും അതിനായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെയെങ്കിലും ജീവിക്കാനായിട്ട് സമ്മതിക്കുമെന്ന് ഓർത്താ. എവിടെ പോയാലും അവിടെ എല്ലാം തേടിപ്പിടിച്ച് അയാൾ വരുവാണല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രക്ഷപ്പെട്ടേ മതിയാകുള്ളൂ. അയാൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടുവാണേ ക്യാമറയും പിടിച്ചുകൊണ്ട്. അപ്പൊ ഗൗരി വെച്ചാൽ അതെന്തിനാ നമ്മളെ കണ്ട് ഓടിയത്? ശങ്കറിനെ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയണം. അതിങ്ങനെ വിട്ടാൽ പറ്റില്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളെ പോയി പിടിച്ചോണ്ട് നമ്മൾ ശങ്കറാ പുറകെ ഓടുവാണ്. അപ്പൊ ഇയാൾ എന്നെ കൊല്ലല്ല, ഞാനൊന്നും ചെയ്യത്തില്ല, ഞാൻ ഇവിടെ നിന്ന് എവിടെയാലും പൊക്കോളാന്ന് പറയണം. പക്ഷെ ശങ്കർ വിടുന്നില്ല. അവിടെ നിൽക്കാനാ പറഞ്ഞെന്ന് പറയും. കുറെ ഓടി. പിന്നീട് അയാൾ പറഞ്ഞു, അതെ എനിക്ക് ഓട്ടത്തിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, എന്നെ ഓടിച്ച് തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. കുറെ ദൂരം ഓടിക്കഴിഞ്ഞപ്പോൾ ശങ്കറും അടുത്തു. ശങ്കറും തിരിച്ചു പോരുവാണോ? ഇനി ഈ ദൂരം എല്ലാം തിരിച്ച് നടക്കണമെന്ന് ഓർത്ത് ഗൗരിയുടെ അടുത്തേക്ക് വരിക. അപ്പൊ ഗൗരി ചോദിച്ചു, എന്ത് പറ്റി? ആളെ കിട്ടിയില്ലെന്ന് ചോദിക്കും. ആള് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടാതിരിക്കും? അന്ന് ശങ്കർ അത്തരം കാര്യങ്ങളല്ലേ പാവത്തിനെ കൊണ്ട് ചെയ്യിച്ചത്. പാവം എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. ആ ഒരു ചിന്തയായിരിക്കും ഉള്ളിലുണ്ടാവുന്നേ. എന്തെങ്കിലും ചെയ്താലോ എന്ന് ഭയന്നിട്ടായിരിക്കും അയാള് ജീവനും കൊണ്ട് ഓടിയെന്ന് പറയണം. ശങ്കറും ഗൗരി അങ്ങനെ ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വേണി ആദർശിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇതെന്താ മത്താപ്പ ഇങ്ങനെ നിൽക്കണേ? നമ്മളിവിടെ അടിച്ചു പൊളിക്കാൻ വന്നല്ലേ? ആദ്യം ഹണിമൂണ് വന്ന് ഓർമ്മയുണ്ടല്ലോ. പെട്ടെന്ന് വേണു അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു ആ മൊലയുടെ മോളി വന്നിടുന്ന ഐ ലവ് യു പറഞ്ഞതും. അന്നാണെങ്കിൽ മത്താപ്പിന് എന്നോട് ഒരു സ്നേഹം ഇല്ലായിരുന്നു പറയാ. ഇപ്പോഴെങ്ങനെയാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോഴൊന്നും പറയാറായിട്ടില്ലെന്ന് വേണി പറഞ്ഞു. പിന്നെ ആദ്യം വന്ന കാര്യങ്ങളൊന്നും എനിക്കൊക്കെ മറക്കാൻ പറ്റുമോ? ആ ഹോട്ടലിലെ വാള് വെച്ച് കിടന്നൊക്കെ വേണു ചോദിച്ചു. അപ്പൊ എന്നെ മനഃപൂർവ്വം എന്നെ കളിയാക്കുമല്ലേന്ന് ചോദിക്കണം. അല്ല എല്ലാം പറഞ്ഞുകൂടെ, ഞാൻ അതും കൂടെ അങ്ങ് പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ. അല്ല വേണി, എനിക്ക് നിന്നോട് കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യം? അല്ല അതിനുവേണ്ടി തന്നെ നിന്റെ കൂടെ ഞാൻ ഈ ട്രിപ്പിന് വന്നു തന്നെ. എനിക്ക് ആ കാര്യം നിന്നോട് പറയണം, ഇനി പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. എന്ത് കാര്യമാണെങ്കിലും മത്താപ്പിന് എന്നോട് പറയാം. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. എന്നോട് എന്തെങ്കിലും കാര്യം പറയണേന് ഒരു മുഖവരയുടെ ആവശ്യമൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറ. അത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നീ എന്നോട് ദേഷ്യപ്പെടുമോ എന്ന് ചോദിക്കണം. ഇല്ല, ദേഷ്യപ്പെടില്ല. അന്നെങ്കിൽ ഇന്നാൾ ആ ഐ ലവ് യു പറഞ്ഞൊരു കുന്നില്ലേ, അതുപോലെ ഒരു കുന്നുണ്ട് ഇവിടെ. ആ കുന്നിന്റെ അവിടെ നിന്ന് ഞാൻ പറയുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നീ എന്നോട് ഐ ലവ് യു പറയണം. സമ്മതമാണോ എന്ന് ചോദിക്കും. അത് ഞാനൊന്ന് ആലോചിക്കട്ടെ, കാര്യം കേട്ട് കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇനിയിപ്പോൾ എനിക്ക് ആ കാര്യം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എനിക്ക് ഐ ലവ് യു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിപ്പം ഞാൻ എന്താ ചെയ്യുക? എന്നാൽ ഞാൻ പറയുന്നില്ലെന്ന് പറയാം. അങ്ങനെ പറയരുത് മത്താപ്പേ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൊണ്ട് ആദർശനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന ഗൗരി ശങ്കറും കൂടെ ഇങ്ങനെ മലയുടെ മുകളിലേക്ക് കയറി വരുവാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ പഴയ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കുന്നിൻ്റെ മുകളിലേക്ക് വീണ്ടും കയറുവാണ്. ഗൗരിയുടെ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് ചോദിക്കണം. ഒത്തിരി ഇഷ്ടമായി. മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ആസ്വദിക്കാൻ പറ്റിയില്ലോ. അന്ന് എനിക്ക് ശങ്കറിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു പറയാം. ഇപ്പോഴാണ് എൻ്റെ മനസ്സിൽ ആ ദേഷ്യങ്ങളൊക്കെ അങ്ങോട്ട് മാറിയെന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഓരോ വർത്താനമൊക്കെ നടന്ന് വരുമ്പോഴാണ് ഒരു പാറയുടെ മറവിലായിട്ട് ആ ഫോട്ടോഗ്രാഫർ മറിഞ്ഞിരിക്കുന്നുണ്ട്. ശങ്കറിനെ പേടിച്ച് മറിഞ്ഞിരുന്ന. പക്ഷെ ശങ്കറും ഗൗരിയും വരുന്ന കണ്ടില്ല. ഇവർ കണ്ടേ നമ്മളെ പേടിച്ച് മറിഞ്ഞിരിക്കുന്ന ഇരിപ്പ് ഉണ്ടാവുമെന്ന് ചോദിക്കണം. ഇപ്പോൾ ഒരു പണി കൊടുക്കാന്ന് പറയണം. അങ്ങനെ ഗൗരി ശങ്കറും പതുങ്ങി വരിക. ഈ സമയത്ത് അയാൾ എൻ്റെ ഭഗവാനെ എത്രയും പെട്ടെന്ന് ബാഗൊക്കെ എടുത്തോണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ തൻ്റെ പിടി വീഴും. തൻ്റെ മേലെ പിടി വീണ അയാൾ തന്നെ ചിലപ്പോൾ ഈ കൊക്കെ ഈ പാറ മോളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുമെന്ന് പറയാണ്. അങ്ങനെ വിചാരിച്ചുകൊണ്ടൊരു സമയത്താണ് പുറകെ നിന്ന് ഒരു പിടി വീഴുന്നത്. പൊങ്ങ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരാ? ശങ്കറിനെ കേട്ടിന്ന് ഞെട്ടി. എൻ്റെ പൊന്നു സാറേ, ഒന്നും ചെയ്യരുത്, ഞാൻ എങ്ങോട്ടേലും പൊക്കോളാന്ന് പറയണം. സാറിൻ്റെ കൺമുന്നിൽ പോലും വരില്ല എന്ന് പറയാം. അതെ, താൻ എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നത്? സാറ് പറയുന്ന ഏത് സ്ഥലത്തേക്ക് വേണം ഞാൻ പൊക്കോളാം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പൊക്കോളാം. എന്നൊരു കാര്യം ചെയ്യും,
താൻ തൃശ്ശൂർക്ക് പോരെ, അവിടെ നല്ല പൊളിപ്പ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്. സാറേ, എൻ്റെ സാറേ, സാറിന് ഇനിയിപ്പോൾ തൃശ്ശൂർക്ക് വരണമെന്ന് ആഗ്രഹം, ഞാൻ അങ്ങോട്ടാളും വരാം, പക്ഷെ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയാം. ഇവിടെ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വിളിച്ചല്ല, ഞങ്ങൾ രണ്ടിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറയും. നല്ല ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ. പെട്ടു. ഇതിനേക്കാളും വേഗം തന്നെ അങ്ങ് കൊന്നു കളയുന്നതായിരുന്നു. പെട്ടെന്ന് സാറേ, എന്തിനാ സാറേ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ചോദിക്കും. അതെന്താടോ, രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. ഫോട്ടോ എടുക്കാം, പക്ഷേ എങ്കിൽ അതെന്താന്ന് ചോദിക്കുകയാണ്. ഫോട്ടോഗ്രാഫ് പഴയ കാര്യങ്ങൾ ഓർമ്മയുള്ളൊരു പേടിയായിപ്പോയി. ഇനിയിപ്പം ഫോട്ടോയ്ക്കകത്ത് പോസ്റ്റ് ചെയ്ത് ചിരി വന്നില്ലെങ്കിൽ അതിന് താൻ കുറ്റക്കാരനാവും. പിന്നീട് ഗൗരി ശങ്കറും കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. അയാൾ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ്. ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ ശങ്കർ ചിരിക്കുന്നില്ല. ശങ്കർ ഇങ്ങനെ ഗൗരിയത്ത് നിൽക്കുക. അപ്പോൾ ഗൗരി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൗരി പറഞ്ഞേ, ശങ്കർ ചിരിക്കുന്നില്ല കേട്ടോ, ശങ്കർ ചിരിക്കുന്ന ഫോട്ടോ എനിക്ക് വേണമെന്ന് പറയാം. എൻ്റെ പൊന്നു സാറേ, ഒന്ന് ചിരിക്കുമെന്ന് പറയാണ്. പിന്നെ നോക്കിയപ്പോൾ പിന്നെ ശങ്കർ ചിരിക്കുന്നില്ല. അതേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ശങ്കർ ചിരിക്കുന്ന ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നു മാഡം, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങോട്ട് ക്രൂശിക്കരുതേ. ഇതിനേക്കാളും ഭേദം എന്നെ ഇവിടെ നിന്ന് തള്ളി താഴിട്ടങ്ങോട്ട് കൊന്നേക്ക്. ഈ സാറൂട്ടി ചിരിക്കുന്നുമില്ല, ഞാൻ എങ്ങനെയാലും ഒന്ന് കഞ്ഞി കുടിച്ച് പൊക്കോട്ടെ. എൻ്റെ ഈ ഫോട്ടോ എടുത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ കഞ്ഞി കുടിക്കണേന്ന് പറയണം. എന്താടോ, താൻ ഈ ക്യാമറയ്ക്കകത്ത് വെച്ചാണ് കഞ്ഞി കുടിക്കണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടാൽ ഗൗരി ചിരിച്ചു. ശങ്കരൻ ചിരിക്കുവാണ്. ദേ ചിരിച്ചു എന്ന് പറയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് അങ്ങോട്ട് എടുക്കുവാണ് അയാൾ. പിന്നീട് ഗൗരി ശങ്കർ പോകുവാണ്. ഈ സമയത്ത് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്രുവന്റെ അടുത്തേക്ക് അഫ്സൽ വരുവാണ്. അഫ്സൽ വന്നിട്ട് അതെ, അവരെവിടെയാണ് നിൽക്കുന്നതെന്നുള്ള ലൊക്കേഷനൊക്കെ കിട്ടിയെന്ന് പറയാണ്. പെട്ടെന്ന് ധ്രുവൻ പറഞ്ഞു, ഇനി വേണം നമുക്ക് കളിക്കാനായിട്ട്, എത്രയും പെട്ടെന്ന് തന്നെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരിയുടെ ചിന്നിച്ചെറിയ ശരീരമായിരിക്കും. ഗൗരി ഏതേലും പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് അവളെ തള്ളി താഴേക്കിടണം. പിന്നീട് ശങ്കർ കാണാൻ പോകുന്ന കത്തിച്ചു വെച്ച നിലവിളക്കിൻ്റെ മുന്നിൽ കിടക്കുന്ന ഗൗരീനെ ആയിരിക്കണം എന്ന് പറയാം. അല്ല മച്ചാൻ, ഇതുവല്ലം നടക്കുവോ? എപ്പോൾ നോക്കിയാലും ആ ഗൗരിയുടെ ഒപ്പം അതേ ആ ശങ്കറും ഉണ്ടെന്ന് പറയാണ്. അവളെ തനിച്ച് കിട്ടിയാലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം. അതിനാണോ ബുദ്ധിമുട്ട്? അവളെ നമുക്ക് തനിച്ച് വേണം. അതിനെന്ത് ചെയ്യണം നീ ധ്രുവൻ അറിയാം. എന്നോട് കളിച്ച കളി എന്താന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് എല്ലാത്തിനെ എന്നും പറഞ്ഞുകൊണ്ട് ധ്രുവൻ എങ്ങനെ മനസ്സിൽ കുറെ കാര്യങ്ങളൊക്കെ കൂട്ടുവാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ ശങ്കർ എന്ത് ചെയ്യുവാണ്? ശങ്കർ നടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ അങ്ങ് മാറിയ സമയത്ത് നോക്കിയപ്പോഴത്തേനും ഗൗരീനെ കണ്ടില്ല. ദൈവമേ, ഗൗരി ഇത് എവിടെ പോയെന്ന് ഓർത്തോണ്ട് ശങ്കർ ഗൗരി എന്ന് വിളിച്ചോണ്ട് അയാളോടെ എല്ലാം നടക്കണം. ആ പാറക്കെട്ട് കൂടെ എല്ലാം വിളിച്ചു അലറി നടക്കുക. പക്ഷെ ഗൗരീനെ കണ്ടില്ല. ദൈവം, ഇനി ഇവിടെ അതെങ്ങോട്ട് പോയി? തന്നെ ഒരിടത്തും പോവല്ലെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്ന് ഓർത്തോണ്ട് ശങ്കർ അവിടെ വിളിച്ച് അന്വേഷിച്ച് വരുമ്പോഴത്തേന് നോക്കി കഴിയുമ്പോഴത്തേന് താഴേന്ന് ഗൗരി കയറി വരുവാണ്. ഈ കാഴ്ച കൊണ്ട് ശങ്കറിന് ദേഷ്യമായി. നീ ഇത് എങ്ങോട്ട് പോയതാ? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞില്ലായിരുന്നു പറഞ്ഞിട്ട് പോകാവളെന്ന്. നിനക്ക് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയാലെന്താ? മനുഷ്യൻ എത്ര മാസം സങ്കടപ്പെട്ടു, എത്ര ടെൻഷൻ അടിച്ചെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ പോയതൊരു കാര്യത്തിന് വേണ്ടിയെന്ന് പറയും. കാര്യത്തിനോ? എന്ത് കാര്യമാണ്? ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണമെന്ന് പറയണം. പെട്ടെന്ന് ഗൗരി എന്ത് ചെയ്യുവാണ്? താനിട്ടേക്കും സെറ്റർ ഉണ്ടായിരുന്നു, ആ സെറ്ററിന്റെ ഹുക്ക് അങ്ങോട്ട് എടുക്കുവാണ്. ഹുക്ക് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശങ്കർ അത്ഭുതം തോന്നി. കാരണം ഗൗരിയുടെ സാരിയേല് ശങ്കറിന്റെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് അത് ഐ ലവ് യു എന്ന് എഴുതി വെച്ചേക്കുമായിരുന്നു. മുമ്പ് ഇതുപോലെ തന്നെ ഇവർ വന്ന സമയത്ത് ശങ്കർ എന്ത് ചെയ്യും? ശങ്കറിന്റെ ഷർട്ടയിലെ ഗൗരിയുടെ ഫോട്ടോ വെച്ചിട്ട് ഐ ലവ് യു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ തന്നെ അതിന് പകരമായിട്ട് ഇന്ന് ഗൗരി ചെയ്തത്. ശങ്കറിന് ഇത് കണ്ടപ്പോൾ രണ്ട് കണ്ണ് നിറഞ്ഞു. അപ്പം നീ പകരത്തിന് ചെയ്തതല്ലേ ഗൗരിയെന്ന് ചോദിക്കുവാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്ക് എന്നോട് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്ന്. അന്ന് നിന്നെ ഞാൻ ഭ്രാന്ത് പിടിച്ച് സ്നേഹിച്ചിരുന്നു, പക്ഷെ ഇപ്പം അതേപോലെ തന്നെ നീ എന്നെയും ഭ്രാന്ത് പിടിച്ച് സ്നേഹിക്കുന്നുണ്ട്. എനിക്കിപ്പം നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഗൗരി ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിക്കുക. രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. ഗൗരിക്ക് എന്ത് പറ്റിയെന്ന് അറിയണ്ടേ? ധ്രുവൻ ഇനിയിപ്പം ഗൗരിയുടെ അടുത്തേക്ക് വന്നോ? ഇനിയിപ്പം ധ്രുവനെ കണ്ടിട്ട് ഇനി ശങ്കർ അവനെ പഞ്ഞിക്കിട്ടോന്നൊക്കെ അറിയണ്ടേ? അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.